ഹായ് സുഹൃത്തുക്കളെ, ഇത് എളൂർക്കാവല എന്ന് പറഞ്ഞൊരു സ്ഥലമാണത്. അത് നമ്മുടെ ഒരു KSRTC ബസ് ഒരു 1.5 മണിക്കൂറായി ഇവിടെ ഗിയറ് പോയി എന്ന് പറഞ്ഞ് കിടക്കണം. കിടക്കാൻ തുടങ്ങി. ഈ ബ്ലോക്ക് മുഴുവനും ഉണ്ടാക്കാണ്. അപ്പോൾ ഈ സാധനം ഒന്ന് വലിച്ചു കൊണ്ടുപോവാണെങ്കിൽ ഈ എളൂർക്കാവലയുടെ ശാപം ഉണ്ടോ? അത് എവിടെ വന്നാലും എളൂർക്കാവലയിലാണ് ഈ സംഭവം നടക്കണത്. അതെ, ഇത് നോക്കിയേ വണ്ടികൾ കിടക്കണുണ്ടോ? ആ ഒരു വണ്ടി ഇവിടുന്ന് വലിച്ചു മാറ്റാൻ പറഞ്ഞപ്പോൾ അവർ പറയുകയാണ് ഈ വണ്ടി കറുകുറ്റിയിൽ തിരിയില്ലാന്ന്, കറുകുറ്റിയിലെ സിഗ്നലിൻ്റെ അവിടെ തിരിയില്ലാന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ വണ്ടി ഇവിടെ ഇട്ട് അയച്ചുകൊണ്ടിരിക്കുക. എന്താ ചെയ്യണേ നോക്കിയേ, ഞങ്ങളുടെ ബ്ലോക്ക് നോക്കിയേ, ഞങ്ങളുടെ ജംഗ്ഷൻ്റെ കഥ കണ്ട. ഇത് പറഞ്ഞാൽ കുറ്റം, പറഞ്ഞില്ലെങ്കിൽ കുറ്റം കണ്ട. പറഞ്ഞാൽ പറയും അത് ബ്ലോക്കണത്. ഇത് നോക്കിയേ നിങ്ങൾ, ഇത് അങ്കമാലി വരെയുണ്ട്. അങ്കമാലി വരെ ആയിരുന്നത് ഇപ്പോൾ ഒരു ഓട്ടോക്കാലം വന്നപ്പോൾ അങ്കമാലി വരെയാണ് ഈ ബ്ലോക്കിന്ന്. നിങ്ങൾ നോക്ക്, പറഞ്ഞാൽ കുഴപ്പമായി. അങ്കമാലി ഇത് നോക്ക്. ആ ഒരു വണ്ടി ഇവിടുന്ന് മാറ്റി കഴിഞ്ഞാൽ അവിടെ ഇട്ട് പണിയാൻ വേണം. അവര് വീല് 5 ഗിയർ കാണാനില്ല എന്നാ പറയണ. ബസ് ഡ്രൈവറോട് വെച്ചപ്പോൾ 5 ഗിയർ കാണാനില്ലാന്ന്. ഇത് എവിടെ കൊണ്ടുപോയി വെച്ചേണെന്ന് അറിയാം. ഞങ്ങൾ പോയിട്ട് താഴെ ഒന്നും വീണിട്ടില്ല. ഇനി അത് തൂക്കി കൊടുത്തോ ഏതൊന്നും അറിയില്ല. അവര് വലിച്ചുകൊണ്ട് പോകാൻ വണ്ടി വന്നിട്ട് വലിച്ചുകൊണ്ട് പോകണില്ല. 2 സൈഡ് വീലഴിച്ച് നോക്കി. ഇപ്പൊ അവര് പറയാണ് കറുകുറ്റിയില് നല്ല തിരിയാനുള്ള, ഈ 2 വണ്ടിയല്ല 3 വണ്ടി പോയാലും തിരിയാനുള്ള സ്പേസ് കറുകുറ്റിയിലുണ്ട്. എന്നിട്ട് അവർ പറയാണ് അവിടെ തിരിയില്ല, നമുക്ക് സർവീസ് റോഡിലേക്ക്. അന്ന സർവീസ് റോഡിലേക്ക് മാറ്റേണ്ട ഈ സാധനം. ഇത് മാറ്റാൻ ഉദ്ദേശമില്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും വണ്ടി സന്ധ്യ ആയി കഴിയുമ്പോൾ ഇതിൻ്റെ പിറയിൽ കൊണ്ടൊന്ന് കുത്തിയാൽ അവർ മാറ്റുള്ളൂ എന്ന് തോന്നണു. അപ്പോൾ എത്രയും പെട്ടെന്ന് അധികാരികൾ, KSRTCയുടെ അധികാരികൾ കാണുകയാണെങ്കിൽ ഇതിനൊന്നും മാറ്റാൻ, ഈ റോട്ടിൽ നിന്നൊന്നും മാറ്റി. ഇപ്പം നമ്മുടെ വണ്ടി ആണെങ്കിൽ ഇപ്പം ഹൈവേ വന്ന് ഓടിക്ക് വണ്ടി എടുത്ത് പുറത്തേക്ക് എടുത്തിട്ടേനെ, വല്ല ക്രെയിനൊക്കെ കൊണ്ടുവന്ന് പുറത്തിട്ടേനെ. ഇതിപ്പോൾ സർക്കാരിൻ്റെ വണ്ടിയാണോന്ന് അറിയില്ല, എന്താണെന്നറിയില്ല. ഇത് പുറത്തിടാനായിട്ട് ആരുമില്ല ഇവിടെ. അല്ല, ഇത് നോക്കി, ഇത്ര നേരമായി 1 മണിക്കൂറോളം ഈ ബ്ലോക്ക് കൂടെ ഉണ്ടാക്കിയിട്ട്. ഓട്ടോക്കാരൻ അവിടെ ഇരുന്ന് കാണിക്കണ്ടില്ലേ കേട്ടോ. അപ്പൊ ഈ ഓട്ടോക്കാർക്ക് ഓരോ ബുദ്ധിമുട്ടാണ് ഇവിടെ വണ്ടി തിരിയാനായിട്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നോക്ക്, ഞാൻ 1 മണിക്കൂറായിട്ട് സംഭവിച്ചാണ് സംഭവം അവിടെ. അപ്പൊ ഞാൻ ഡ്രൈവർമാരോട് ചോദിച്ചാൽ ഇപ്പൊ പറഞ്ഞേ, അവര് പറഞ്ഞു 5 മണി കഴിഞ്ഞിട്ടേ വണ്ടി വരുള്ളൂ. 100 വണ്ടികൾ കയറുന്ന KSRTC സ്റ്റാൻഡാണ്. അവിടെ ഒരു മെയിൻ്റെനൻസ് വണ്ടി വരിക്കാനുള്ള ഒരു വണ്ടിയുള്ളൂ. ആ വണ്ടി വന്നിട്ടും ആർക്കോ വേണ്ടി വീല് 2 സൈഡ് ഒരു വീല് അയച്ചു. അത് കഴിഞ്ഞ് ആ വീലിട്ടു, അടുത്ത വണ്ടി ഇട്ടു. ഇപ്പോൾ ഓരോ ബസ്സുകൾ നിർത്തിയിട്ടാണ്. നോക്കി, ഇത് നോക്കി, ആൾക്കാർ നിന്ന് ഓണം അടിച്ചുകൊണ്ടിരിക്കുക. ഈ സാധനം ഒന്നെങ്കിൽ സർവീസ് റോഡിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ അങ്കമാലി ഡിപ്പോ എന്ന് പറഞ്ഞത് 3 കിലോമീറ്ററോളം ഇവിടുന്ന് അവിടേക്ക് മാറ്റാം. അപ്പോൾ എങ്ങനെയെങ്കിലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണം എന്ന് മാത്രം, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി മാത്രമാണ് ആ വണ്ടി അവിടെ വഴിയിലിട്ട് കിടക്കണത്. അല്ലാണ്ട് ഒരു ബുദ്ധിമുട്ടില്ല. അത് നോക്കിയേ, ഇത്രയും ജനങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടാണ്. അങ്കമാലി വരെ ബ്ലോക്കാ, അങ്കമാലി വരെ. ആ ഒരു KSRTC ബസ് ഇവിടെ കൊണ്ടിട്ടാണ് ആരോ. അതുകൊണ്ട് അവരോട് പറഞ്ഞപ്പോൾ അവർ പറയണ ഈ വണ്ടി തിരിയില്ല എന്ന് NH-ല്. എന്ത് പറയാ, ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇനി നിങ്ങൾ ഏതെങ്കിലും അധികാരികൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അയച്ചു കൊടുക്കാം. അപ്പോൾ ഇത് അത്രയും പെട്ടെന്ന് പണി തീർത്ത് ഈ എളൂർക്കാവലയ്ക്ക് ഒരു ശാപമോഷം കിട്ടട്ടെ. ഈ സാധനം എവിടെയെങ്കിലും മാറ്റാൻ നോക്ക്. നോക്കിയാൽ ജനങ്ങളൊക്കെ കഷ്ടപ്പെടാണത്. ക്രോസ് ചെയ്യണം. ഇതാണ് കേസ്. ബ്ലോക്ക് എന്നും ബ്ലോക്ക്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എന്റെ ചേട്ടൻ ഓണടിച്ചിട്ട് എന്താ കാര്യം? തലയ്ക്ക് തൊഴിലില്ലാത്ത ഓണടിയാണ്. അവിടെ കണ്ടക്ടറും ഇതൊക്കെ സൈഡ് പറയുന്നുണ്ട്, വണ്ടികൾ പൊക്ക എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ സംഭവം എനിക്കറിയില്ല കേട്ടാ. എന്താ ചെയ്യാ എന്താ പറയാ, ബ്ലോക്കിന്റെ മെന. ഒരു വണ്ടി കംപ്ലൈന്റ് ആയ സാധനം വലിച്ചുകൊണ്ട് മാറ്റി ഇടാം. നമ്മുടെ വണ്ടിയാണെങ്കിൽ ഇപ്പൊ അവരെടുത്ത് ദൂരെ എറിഞ്ഞാലേ സർവീസ് മാറ്റടാ, പറിക്കടാ, ഈ കുറ്റി പറിക്കടാ, ഇവിടുന്ന് എടുക്കടാ എന്നൊക്കെ പറഞ്ഞ് മാറ്റിച്ചാനെ. ഇപ്പൊ സർക്കാരിന്റെ വണ്ടി ഇപ്പൊ 1.5 മണിക്കൂറായിട്ട് റോട്ടിൽ കിടന്നിട്ട് ആരുമില്ല, ചോദിക്കാനും ഇല്ല, ഒന്നും NH-ആരില്ല, ഒരു സാധനം ഒരു തടസ്സം പോലും വെച്ചുള്ള. ആകെ നിൽക്കുന്നത് അവിടുത്തെ പണിക്കാരാണ്. എന്നാൽ എപ്പോഴാണ് അടുത്ത വണ്ടിക്കാർ അവരെടുത്തോണ്ടാണ്. അപ്പൊ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.